ശരീര അഴക് വിൽപ്പന ചരക്കാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ ഒരു പ്രവർത്തകയ്ക്ക് നേരെ നടത്തിയ പരാമർശമാണിത്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇർഷാദ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഒരു സഹോദരൻ യു പ്രതിഭ MLA, സിറ്റിംഗ് MLA ആണ്. അവൾ ശരിക്കും വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകയാണെന്ന് പറയാം. പഞ്ചായത്ത് UDF കായംകുളം മണ്ഡലം കൺവീനർ ഇർഷാദ് ചക്കാലശ്ശേരി. അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ ഇതാണ് ചാർജ് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിലാണ്, പക്ഷേ UDF കൺവീനറാണ്. അദ്ദേഹമാണ് യു പ്രതിഭ MLAക്കെതിരെ ഇത്രയും മോശമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീയെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുക? ഇപ്പോൾ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗ് 2 പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു ഹിന്ദു സ്ത്രീയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് സ്ത്രീകളെ അവർ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നും പിന്നെ ഈ ക്യാമറയിൽ നിന്ന് പറയാൻ പറ്റുമെന്നല്ല, ഹൂറികളെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആ ഹൂറി സ്വപ്നങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. നല്ല നിലയിൽ അവരുടെ മതാചാര പ്രകാരം ഹൂറിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു അവസ്ഥ, മാനസിക അവസ്ഥയായിട്ടും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പൊതുസമൂഹത്തിൽ പറയുവാനായിട്ട് ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന്റെ വായിൽ നിന്നും വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ കേട്ടത്. ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, കുട്ടി ഒരു ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കും. പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. സ്ത്രീകൾ ആരും ഇവിടെ വേണ്ടെന്നാണോ? സ്ത്രീകളില്ലാണ്ട് എങ്ങനെ ഈ ലോകം ഉണ്ടാവും കുട്ടി? 2 പേരും ഈക്വൽ ആണല്ലോ. അതെ, ഇപ്പൊ സ്ത്രീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ സ്ഥലം പുരുഷനില്ലേ? ഒരു അവിഹിതം വന്നു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു പീഡന കേസ്. ആ പീഡനം ഏറ്റുവാങ്ങിയ പെൺകുട്ടി എങ്ങനെയാണ് മോശക്കാരിയാകുക? അല്ലെങ്കിൽ ഒരു പീഡനത്തിൽ ഉൾപ്പെട്ട് ഒരു അവിഹിത ഗർഭം പേറി അബോർഷൻ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ പ്രസവിക്കേണ്ടി വരികയോ ചെയ്യുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും എന്ത് മാത്രമായിട്ട് എന്താണ് ഇവർ ചാപ്പ കൂട്ടുന്നത്? അതിന്റെ പുറകിലൊരു പുരുഷനില്ലേ? ആ പുരുഷന്റെ കൈ കൊണ്ടല്ലേ ആ കുട്ടിക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്? സമൂഹത്തിൽപ്പെടുന്നതാണ്. അതെ, എന്തുകൊണ്ട് ഈ പുരുഷന് ഒരു നല്ല ഇമേജ് കൊടുക്കുന്നു? അവനൊരു പ്രശ്നമില്ല. പണ്ടെൻ്റെ അമ്മുമ്മയൊക്കെ പറയുമായിരുന്നു, നമ്മളൊക്കെ സ്കൂൾ കോളേജിൽ മോളെ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കീറൽ വരിക ഇലയ്ക്കാണ് കേട്ടോ എന്നൊക്കെ അമ്മുമ്മ ഭയങ്കര നമ്മൾ ആ പ്രായത്തിൽ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മളുടെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡും കുറച്ച് മാറേണ്ടതുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പ്രതിഭ എന്തിന് ടെൻഷൻ അടിക്കണം? പഠിക്കുന്നത് മോശം, അത് വേറെ സൈഡ്. ലെറ്റ് മീ കംപ്ലീറ്റ്. അതൊരു വേറെ സൈഡ്, അത് ശരിയായ സൈഡ് അവർ പറഞ്ഞു. പക്ഷേ ഈ ഞരമ്പ് രോഗികൾ പറയുന്നത് കേട്ട് പ്രതികരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്കും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ നല്ല പ്രായമുള്ള ഇവിടെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഒരിക്കൽ ഞങ്ങൾ ഗേൾസ് ഹൈസ്കൂളിന് മുമ്പിൽ കൂടെ വൈകുന്നേരം നടന്നു പോകുമ്പോൾ ഒരുത്തൻ അമ്മയെ ഒന്ന് തോണ്ടാൻ വന്നേക്കുന്നു. ഞാൻ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ചു കളഞ്ഞു. എത്ര കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അന്ന് മുതലേ കേരളത്തിൽ മാനസിക രോഗികളുടെ എണ്ണം കൂടുതലാണ്. നമ്പർ 1 ആണ് കേരളം. നമ്മൾ പുറത്തൊക്കെ സഞ്ചരിക്കും, ഇഷ്ടം പോലെ ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ സിനിമാ തിയേറ്ററിൽ സെഫ്റ്റിപ്പിനും ഊരിപ്പിടിച്ചിരിക്കുക. ഇവിടെ കൂടെ കൈവരും, അവിടെ കൂടെ കൈവരും. സെഫ്റ്റിപ്പിൻ വെച്ച് കുത്തിയാണ് ഞങ്ങൾ ഇരിക്കുക ഈ കൈകളുടെ നേരെ. കൊല്ലങ്ങൾ 10-40 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം മുതലേ കേരളം നമ്പർ 1 ആയിരുന്നു. ഇപ്പം CPM ഭരിക്കുന്ന സമയത്തും നമ്പർ 1 തന്നെയാണ്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള മോശമായ പ്രവൃത്തികൾ കേരളത്തിൽ ഒട്ടുമില്ല, സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗതി വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ചെയ്തു. പാർട്ടിയും നടപടിയെടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടിയെടുത്തു. പ്രജിത പറയാമോന്നറിയില്ല, പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഈ മാഡം, ഞാനും പ്രജിതയും ഒക്കെ ഉൾപ്പെടുന്ന, നമ്മളുമൊക്കെ ഒരു ജേർണലിസ്റ്റുകളായിരുന്നല്ലോ, ജേർണലിസ്റ്റായി പ്രവർത്തിക്കുന്ന വനിതകളെ കുറിച്ച് എന്ത് മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർക്കുന്നു. അതെ, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. അവിടെ നിന്നും വന്നിട്ടുണ്ട്. തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. കൊണ്ടേ പോകും കർമ്മം. അത് കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ. പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളുടെ MLA പ്രതിഭ. അതുപോലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ജേർണലിസ്റ്റുകൾ. അതിൽ വനിതകളും പുരുഷന്മാരും എല്ലാം ആയിക്കോട്ടെ. വനിതകളെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് യു പ്രതിഭ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ?
ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, കേൾക്കട്ടെ, പ്രേക്ഷകർ കേൾക്കട്ടെ. ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ആ, അപ്പോൾ നമ്മളെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് അല്ല, യുവതലമുറയിൽപ്പെട്ട ജേർണലിസ്റ്റുകളെ കുറിച്ച് മോശമായിട്ടും അവരുടെ തൊഴിലെന്താണെന്നും എന്തിനു വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവർ. അവർക്കതിപ്പോൾ കൊണ്ടപ്പോൾ ഇവർക്ക് എന്തുമാത്രം വേദന എടുക്കുന്നു, അവരെപ്പറ്റി തിരിഞ്ഞു പറഞ്ഞപ്പോൾ അവർക്ക് എന്തുമാത്രം വേദന എടുക്കുന്നു പ്രതിഭയ്ക്ക്. അതുപോലെയല്ലേ നമ്മുടെ സഹപ്രവർത്തകയായ സ്ത്രീകൾക്കും വിഷമം തോന്നിയിട്ടുണ്ടാകുക. അതെ, ഇതുപോലും സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം കൂടി ഇപ്പൊ മാം പറഞ്ഞ കാര്യം കൂടി ചേർത്തുകൊണ്ടാണ് ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ടും ട്രോളിക്കൊണ്ടും എന്താ പറയാ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് പരിഷ്കൃത സമൂഹം എന്നാണ് നമ്മൾ കേരളത്തിനെ കുറിച്ച് ആണോ പറയുന്നത്. എന്നുള്ള ചോദ്യം. എല്ലാവരും 100% ലിറ്ററേറ്റ് ആണെന്ന് പറയുന്നു. എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും പുറത്തു പോയിട്ടുള്ള പരിചയമുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കാണാണ്ട്, പ്രത്യേകിച്ചും വോട്ടിൻ്റെ സമയത്ത് സ്ത്രീക്ക് അര വോട്ടും പുരുഷന് 1.5 വോട്ടും എന്നല്ല പറയുന്നത്. അവർക്കും സ്ത്രീക്കും ഒരു വോട്ട്, പുരുഷനും ഒരു വോട്ട്. അങ്ങനെയുള്ള സമയത്തെങ്കിലും സഭ്യമായി പെരുമാറാൻ കഴിയാത്ത ആളുകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെയൊക്കെ ഗതിയെന്ന് ഞാൻ ആലോചിച്ചു പോവാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കാര്യമുണ്ടോ? തീവ്രത അളന്ന ഒരു ഇവര് CPM-കാര്, ശ്രീമതി ടീച്ചറൊക്കെ ഇന്ന് തീവ്രത അളന്നു. എങ്ങനെ അളന്നു നമുക്കറിയില്ല. ഇതിന്റെ തീവ്രത അല്ല, നമുക്കത് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്തിൻ്റെ തീവ്രത നിങ്ങളെങ്ങനെ അളന്നു എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് UDF-കാർ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ തീവ്രത കുറഞ്ഞോ? അല്ല, അതോ അദ്ദേഹം തീവ്രതയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് മറവി രോഗം, അൾസൈമേഴ്സ് വരുമെന്നൊരു ചിന്ത UDF-നുമുണ്ട്, LDF-നുമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇല്ല മാം, ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് നീങ്ങി നിൽക്കുന്ന സമയത്ത്, പൊതുവായിട്ട് പൊതുസഭകളിൽ പ്രസംഗിക്കാത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോകുന്ന വ്യവഹരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും, കൂടെയുള്ള സ്ത്രീകളെ കുറിച്ച് എന്ത് ധൈര്യത്തില് അവരോടൊപ്പമുള്ള പ്രവർത്തകരൊക്കെ പോകും. ഇനി ഇദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം മുസ്ലിം ലീഗിൽ സ്ത്രീകളേ ഇല്ല. അപ്പൊ മുസ്ലിങ്ങളായ വനിതകളാരും തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല. മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് ഇവരെന്ത് പറയുന്നു, മറ്റു മതസ്ഥരെ കുറിച്ച് ഇവരെന്ത് കരുതുന്നു എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പൊട്ടിക്കരയുന്നുണ്ട് കരയുന്നുണ്ട്. പ്രതിഭയ്ക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ റിയാസ് മരിമോനിക്ക, അദ്ദേഹം തന്നെ ഭാര്യ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു എന്ന് പരാതി നൽകിയിട്ട് ഡിവോഴ്സ് കിട്ടിയ വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻ ഭാര്യയുടെ 2ാമത്തെ വിവാഹമാണ്, വീണയുടെയും 2ാമത്തെ വിവാഹമാണ്, മുഖ്യമന്ത്രിയുടെ മകളുടെ. ആ സമയത്ത് അവർ വിവാഹിതരായപ്പോൾ മുസ്ലിം മതപണ്ഡിതന്മാർ വളരെ മോശമായിട്ടാണ് വീണയെക്കുറിച്ച് പറഞ്ഞത്. മതം മാറാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു, അത് വേറെ പ്രവൃത്തികൾക്ക് തുല്യമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ സ്ത്രീകളെ തുല്യരല്ലാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഇർഷാദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കോർഡിനേറ്റർ, അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ UDF-ൻ്റെ കൺവീനർ. ഇങ്ങനെയുള്ള ആൾക്കാരെ വയ്ക്കുകയാണെങ്കിൽ സ്ത്രീകൾ എങ്ങനെ ഭയമില്ലാണ്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങും? ഒരു സ്ത്രീക്ക് ഏറ്റവും അപമാനം തോന്നുന്ന കാര്യമാണ് പ്രതിഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ പൊട്ടി കരയുന്നുണ്ട്, മൂക്കിൻ്റെ അറ്റമൊക്കെ ചുമന്നിരുന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട്. സത്യം പറയാൻ എനിക്കൊരു ചെറിയൊരു ഇതൊന്നും, അങ്ങനെ വേണം എന്ന്. എനിക്ക് സെയിം പിഞ്ച് നോ ബാക്ക് പിഞ്ച് ക്രോസ് എന്നൊക്കെ നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, അപ്പോൾ ആ സെയിം പിഞ്ചിൽ നമ്മളുടെ മാധ്യമപ്രവർത്തകരായ സഹോദരിമാർ അന്ന് അനുഭവിച്ച മനോവിഷമം അവർക്ക് സ്വന്തം എതിർ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ അവരനുഭവിക്കുന്നു. അതിൽ ഒരു ഓക്കെ, നിനക്കും വിഷമം മനസ്സിലാവുന്നുണ്ടല്ലോ പ്രതിഭക്കുട്ടി എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയെങ്കിലും, പക്ഷെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എല്ലാ സ്ത്രീകളും എടുക്കുന്നത്. കാരണം അത് ആരായിക്കോട്ടെ, വേറെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, നമ്മുടെ എതിരാളികളായിക്കോട്ടെ, ഏത് സ്ത്രീയും ആയിക്കോട്ടെ, നമുക്കും പുരുഷന്മാരോടൊപ്പം തല ഉയർത്തി നിൽക്കുവാനും അവരോടൊപ്പം തോള് ചേർന്ന് പ്രവർത്തിക്കാനും എല്ലാ മണ്ഡലങ്ങളിലും. മോളെ, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളില്ലെങ്കിൽ ലോകമില്ല. ശരിയാണോ?
എത്ര വേദന സഹിക്കാൻ തയ്യാറായാലും പുരുഷന് ആരെങ്കിലും പ്രസവിക്കാൻ പറ്റുമോ? ഈ ലോകം നിലനിൽക്കുന്ന ആരിൽ കൂടെയാണ്. അപ്പം നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് ഒരു പുരുഷന് മോശമായി പറയാൻ പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മയൊന്ന് ആലോചിക്കണ്ടേ? ആ കയ്യിൽ ഏറ്റുവാങ്ങിയ കുഞ്ഞിനെ ചേർത്ത് ഉമ്മ വയ്ക്കുന്ന വരെ അമ്മ സഹിച്ച വേദന, കൊടും വേദന കുറിച്ച് ആലോചിച്ചാൽ ഏതെങ്കിലും ഒരു പുരുഷന് ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെ അവർ ഏത് സ്ത്രീ നടക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ ഒരു പുരുഷന്റെ കണ്ണുകൾ ചെല്ലുന്നത് കൊണ്ടല്ലേ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം, ട്വിസ്റ്റ് ചെയ്ത് ആലോചിക്കാമല്ലോ. സ്ത്രീകൾ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? അത് പുരുഷന്മാർ അത് അപ്രീഷിയേറ്റ് ചെയ്യാനും അതിന് കൈയടിക്കാനും മറഞ്ഞു നിന്ന്, തിരശ്ശീലയ്ക്ക് മറഞ്ഞു നിന്ന് അത് അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോൾ ഗണേഷ് കുമാർ എന്താണ് പറയണത്? ഇപ്പോൾ പറയണം, ഞാൻ എവിടെ നിന്നാലും ജയിക്കും, എൻ്റെ ആൾക്കാർക്ക് എന്നെ വിശ്വാസമുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് പോലും വിശ്വാസമില്ല. സ്വന്തം ആദ്യത്തെ ഭാര്യ എങ്ങനെ പോയി, രണ്ടാമത്തെ ഭാര്യ എന്ത് കണ്ടു? അദ്ദേഹം പറയുന്ന 5000 പ്രേമങ്ങൾ അദ്ദേഹത്തിൻ്റെ. ഇപ്പം മാറ്റി പറയുന്നുണ്ട്, ചെടികളെ പ്രേമമാണ്, കിളികളെ പ്രേമമാണ്, അതിനെ പ്രേമം. എന്നാലും 5000 എത്തൂല. 5000-ത്തിലൊരു 4999 പേരും നമ്മളുടെ സ്ത്രീകളെ തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഒരു ചെടിയോ ഒരു കിളിയോ എങ്ങാനും വന്നു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം എന്നൊക്കെ പറയുകയാണെങ്കിലും അത് അനുഭവിക്കുന്ന സ്ത്രീക്കുണ്ടാവുന്ന ദുഃഖം വളരെ വലിയ ദുഃഖമാണ്. യു ഫീൽ സോ ഇൻസൾട്ടഡ്, യു ഫീൽ സോ ഇൻഹ്യൂമൻ. നമുക്ക് എങ്ങനെ ഒരു ഇൻഹ്യൂമനായിട്ട് സംസാരിക്കാൻ പറ്റും? ആ സ്ത്രീ, ഇദ്ദേഹം പറഞ്ഞ സ്വന്തം ഭാര്യയെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അദ്ദേഹം ഇത് പറയുമോ? അപ്പോൾ വേറൊരു സ്ത്രീയെ ആ കണ്ണുകളിൽ കൂടെ കാണാത്ത ഒരു പൊതുപ്രവർത്തകൻ മാപ്പർഹിക്കുന്നില്ല. ഒരു പൊതുപ്രവർത്തകരും മാപ്പർഹിക്കുന്നില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സ്വന്തം വ്യക്തിത്വമുണ്ട്. അവർക്കും മാന്യമായി വസ്ത്രധാരണം ചെയ്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെ സ്ത്രീയായി കണ്ട് അവരെയും തുല്യമായി ഒരു ജീവിതത്തിൽ പുരുഷനോടൊപ്പം നിന്ന് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി കാണാത്തിടത്തോളം കാലം ഇതുപോലുള്ള മോശം നികൃഷ്ട ജീവി എന്ന് നമ്മളുടെ മുഖ്യൻ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരക്കാരെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും ശ്രീമതി പ്രതിഭയ്ക്കൊപ്പം തന്നെയാണ്. ഇതുപോലെയുള്ള ഇവരുടെ ചീത്ത റിമാർക്സ് അനുഭവിക്കുന്ന, കേട്ടിട്ടുള്ള, അതൊരു മനസ്സിലൊരു വേദനയായി കൊണ്ട് നടക്കുന്ന എല്ലാ സഹോദരികളോടും ഞങ്ങൾ പറയുന്നു, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ ചേർന്നാൽ മാത്രമേ ഈ ലോകം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഇത് നമുക്ക് വേണം. വി ആർ ദ മേക്കേഴ്സ് ഓഫ് ദ വേൾഡ്, അല്ലേ, ക്രിയേറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. ദൈവം തന്നു, പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെയാണ് തിരഞ്ഞെടുത്തത്. കാരണം നമ്മളുടെ കയ്യിൽ ഭാവി തലമുറ സുരക്ഷിതരാണ്, ഈ ലോകം മുഴുവൻ സുരക്ഷിതരാണെന്ന് വെച്ച്. സോ വി ആർ വെരി ഹാപ്പി, വി ആർ വെരി പ്രൗഡ്. നിങ്ങൾ സൂക്ഷിച്ച് ഞങ്ങളോട് സംസാരിക്കും. പുരുഷന്മാർ സൂക്ഷിച്ച് കണ്ടും ഞങ്ങളെപ്പറ്റി മോശമായി പറയുക. ഞങ്ങളൊന്ന് സ്ട്രൈക്ക് ചെയ്താൽ ലോകം നിന്നില്ലേ? അതെ.